സമസ്തയിലും മരം മുറി വിവാദം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ മരം മുറിച്ചെന്ന പരാതി. 100ാം വാർഷിക ഉപകാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ പ്രഖ്യാപിച്ച ആക്സസ് പദ്ധതി മേഖലയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. സമസ്തയുടെ ഉസ്താദുമാർ രണ്ടുപേർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് SIC സൗദി ഘടകം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കത്തയച്ചു. ആ കത്തിന്റെ കോപ്പി 24 കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ സമീർ. ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ സമസ്തയിലും മരംമുറി വിവാദം സജീവമാകുകയാണ്. 5.5 ഏക്കർ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയിരിക്കുന്നത്. സംസ്ഥയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 5 ഏക്കർ ഭൂമി വാങ്ങിയത്. അവിടെ ഒരു നിർദ്ദിഷ്ട പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് എന്ന പേരിലാണ് ആ പദ്ധതി. അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് നിന്നാണ് തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉയർന്നിരിക്കുന്നത് അതിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മുറിച്ചു കടത്തി എന്നുള്ളതാണ്. അതിന്റെ 2 ഉസ്താദുമാർക്കാണ് അതിന്റെ ചുമതല നൽകിയിരുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. ആ വേളയിലാണ് അതിന്റെ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റിന്റെയോ ഒപ്പോ അനുമതിയോ കൂടാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ മരം മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഉയർന്നിരിക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പാണ് 24 ലഭിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ വലിയ തുകയുടെ ക്രയവിക്രയം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ 2 ഉസ്താദുമാരും മുഫത്തിഷുമാരായിട്ട് തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേളയിൽ കൂടിയാണ് സംസ്ഥ ഇസ്ലാമിക് സെന്ററിന്റെ സൗദി ഘടകം ഈ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സംസ്ഥയുടെ ഉന്നത നേതാക്കൾക്കാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. വലിയ തുകയുടെ മരങ്ങളാണ് അവിടെ നിന്ന് കടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷിക ഉപഹാരമായി കേരളത്തിനൊരു വിദ്യാഭ്യാസ സമുച്ചയം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് 5 ഏക്കറോളം ഭൂമി വാങ്ങുകയും ആ ഭൂമി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ ബിൽഡിംഗുകളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള മരങ്ങൾ ആ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ മുറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കണ്ടതും. അട്ടപ്പാടി മേഖലയിലാണ് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലം ഹരിത ട്രിബ്യൂണലിന് കീഴിൽ വരുന്നതാണോ, സംരക്ഷിത മേഖലയാണോ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു കാലവും ഈ വിഭാഗത്തിനുണ്ടായിരുന്നു. മർക്കസിന്റെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രഖ്യാപനം നടക്കുകയും അതിന്റെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇതേ വിഭാഗം തന്നെ സംരക്ഷണ വനമേഖലയാണ് എന്നും അവിടെ സംരക്ഷിക്കപ്പെടേണ്ട മൃഗങ്ങൾ, പുലി, ആന, സിംഹം മുതലായവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത ആളുകളാണ്. എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്നായിരുന്നു മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ പറഞ്ഞു കേട്ടത്. പക്ഷെ ഇപ്പോൾ പാടത്ത് പണിയെടുത്താൽ പാടത്ത് തന്നെ കൂലി എന്ന് പറയുന്നൊരവസ്ഥയാണ് ഈ ചേളാരി വിഭാഗത്തിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബഹുമാനപ്പെട്ട ചേളാരി വിഭാഗത്തിന്റെ നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും പറയാനുള്ളത് മറ്റുള്ള പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുന്നത് നിർത്തിവെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തൊരാദർശത്തിനു വേണ്ടിയാണോ രൂപം കൊടുത്തത് ആ ആദർശത്തിൽ അധിഷ്ഠിതമായി ആ ആദർശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനെ ഉയർത്തിക്കാട്ടാനുമുള്ള ശ്രമങ്ങൾ നടത്തുക, മറ്റുള്ളവരുടെ ഇകഴ്ത്തിക്കെട്ടാനും മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നാനുമുള്ള ശ്രമം നിർത്തിവെക്കുക, എന്നിട്ട് സ്വയം നാണം കെടുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.